ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത്. ഇപ്പൊ റിസൾട്ട് വന്ന് 4-5 ദിവസമാകാൻ പോകുന്നു. ഇതുവരെ ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ തന്നെ ഇനി എത്ര വകുപ്പ് മന്ത്രിമാരെ തീരുമാനിച്ച ചടങ്ങുകൾ വേറെ കിടക്കുന്നു. എല്ലാം അനിശ്ചിതത്വത്തിലായിട്ടാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ തെരുവിലിറങ്ങി യാചിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ കോൺഗ്രസ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വൻ പ്രതിഷേധമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ്. അവർ തെരുവിലിറങ്ങി യാചിക്കുകയാണ്. ഞങ്ങൾ ആരെ മുന്നിൽ കണ്ടാണ് വോട്ട് ചെയ്ത് അയാളെ തന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായി കിട്ടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഇതൊക്കെ പരിഗണിക്കാതെയാണ് ഇവർ മുഖ്യമന്ത്രി നിർണയത്തിലേക്ക് പോകുന്നതെങ്കിൽ പിണറായി വിജയനെക്കാട്ടിൽ വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ ഭരണം. കാരണം ജനങ്ങൾ സഹകരിക്കാതെ ഒരു ഭരണവും മുൻപോട്ട് പോകത്തില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് പ്രചരണ സമയത്ത് മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഒരു കോൺഗ്രസ് നേതാവ് ഒന്നും വിട്ടു പറഞ്ഞിരുന്നില്ല. എല്ലാം പാർട്ടി തീരുമാനിക്കും, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ സിസ്റ്റം ഇത്ര വൃത്തിയുടെ സിസ്റ്റമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുഖത്തൊക്കെ കൊഞ്ഞണം കുത്തുന്ന ഒരു പരിപാടി ഇവർ കാണിച്ച്, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത ഒരു പരിപാടി. കാരണം ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു നിവൃത്തിയില്ലാതെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണത്. ഒന്നാമത്തെ കാര്യം, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ എല്ലാവരും വി ഡി സതീശനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. പ്രത്യേകിച്ച് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അപ്പോഴാണ് എവിടെ നിന്നോ ചാടി വന്ന പോലെ ഇദ്ദേഹം MLA മാർ സപ്പോർട്ട് എന്ന് പറഞ്ഞ് KC വേണുഗോപാൽ വന്നിട്ട് ഈ പരിപാടികളൊക്കെ കാണിച്ചു. രമേശ് ചെന്നിത്തല പിന്നെ കഴിഞ്ഞ സർക്കാർ തോറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ ചാൻസ് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഒതുക്കി. കഴിഞ്ഞ തവണ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആരും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കി വെച്ചിരിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പ് കൊടുത്ത് രമേശ് ചെന്നിത്തലയെ ഒതുക്കുമായിരിക്കും. അതിനേ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇന്ന് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ജയിക്കുമെന്ന്. അല്ല, കോൺഗ്രസ് നേതൃത്വം പഴയ പോലെ ഒന്നും അല്ല. അല്ലെ, കോൺഗ്രസ് പാർട്ടി പഴയ പണ്ടുകാലം പോലെ നമ്മൾ കാണുന്ന ഗ്രൂപ്പ് വഴക്കുകളും തമ്മിലടികളും ഒക്കെ അതൊന്നും ഇപ്പോഴില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, ഗ്രൂപ്പില്ലാത്ത ഒരു രാഷ്ട്രീയം ആണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിച്ചത്. പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ ഒരു സർക്കാരും ജയിച്ചു കയറുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമ്പോൾ എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് 102 സീറ്റ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. അപ്പോൾ ജനവിധിക്ക് പുല്ലുവില കൊടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.